ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വായനഭാഗം ഇയ്യോബിൻ്റെ പുസ്തകം 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ഇയ്യോബിൻ്റെ പുസ്തകം 10-ാം അധ്യായം 1-ാം വാക്യം. എൻ്റെ ജീവൻ എനിക്ക് വെറുപ്പായി തോന്നുന്നു. ഞാൻ എൻ്റെ സങ്കടം തുറന്നു പറയും. എൻ്റെ മനോവ്യസനത്തിൽ ഞാൻ സംസാരിക്കും. വേദനയും നഷ്ടവും ചോദ്യങ്ങളും നിറഞ്ഞതായിരുന്നു ഇയ്യോബിൻ്റെ ജീവിതമെങ്കിലും യഹോവയിലുള്ള പ്രത്യാശയോടെ ജീവിച്ച ഒരു അത്ഭുതമാണ് ഇയ്യോബ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇത്രയധികം ശോധനകൾ വന്നിട്ടും നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞിട്ട് പോയി മരിക്കുക എന്ന് തൻ്റെ ഭാര്യ തന്നെ ഉപദേശിച്ച് മനസ്സിലാക്കി കൊടുത്തിട്ടും തൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. ഈ ഭാഗത്തു നിന്നും നമുക്ക് ചില ചിന്തകൾ ഒന്നിച്ച് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട്, സത്യത്തോടൊപ്പം കരുണയുള്ളവരാകുക. ഇന്നത്തെ വായന ഭാഗത്ത് ബിൽദാദ് എന്നു പേരുള്ള സുഹൃത്ത് ഇയ്യോബിനോട് സംസാരിക്കുന്നതാണ് നാം കാണുന്നത്. ബിൽദാദ് പറയുന്നത്, ദൈവം നീതിമാനാണ്, എന്നാൽ നിനക്ക് കഷ്ടത വന്നെങ്കിൽ അതിന് കാരണവും കാണും എന്നാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ, മാത്രമല്ല നിന്റെ മക്കൾ അവനോട് പാപം ചെയ്തെങ്കിൽ അവൻ അവരെ അവരുടെ അതിക്രമങ്ങൾക്ക് ഏൽപ്പിച്ചു കളഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, നിന്റെ മക്കൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അവരെ അതിക്രമങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും എന്നാണ്. ദൈവം നീതിമാനാണ്, ന്യായം മറിച്ചു കളയാത്തവനാണ്. അതിനാൽ നീ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നിനക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം നിന്റെയും നിന്റെ മക്കളുടെയും അതിക്രമങ്ങൾ കാരണമാണ് എന്നാണ്. ഇവിടെ ബിൽദാദിന്റെ വാക്കുകളിൽ കരുണയുടെ കുറവുണ്ട്. ദൈവത്തെ അറിയാം, ബിൽദാദിന് സത്യം നന്നായിട്ട് അറിയാം, എന്നാൽ കരുണ പറ്റിപ്പോയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് മുറിവ് ഉണ്ടാക്കുന്നതോ അതോ മറ്റുള്ളവരുടെ മുറിവുകൾ സൗഖ്യമാക്കുന്നതോ? രണ്ടാമതായിട്ട്, സത്യസന്ധമായി ദൈവത്തോട് സംസാരിക്കുക. ഇവിടെ ഇയ്യോബ് തൻ്റെ വേദനയും ആശയക്കുഴപ്പവും സങ്കടങ്ങളുമെല്ലാം ദൈവത്തോട് തുറന്നു പറയുന്നു. അത് 9-10 അധ്യായങ്ങളിൽ നാം വായിച്ചതാണ്. ഇയ്യോബ് അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ സങ്കടം തുറന്നു പറയും, എൻ്റെ മനോവ്യസനത്തിൽ ഞാൻ സംസാരിക്കും. ഞാൻ ദൈവത്തോട് പറയും, എന്നെ കുറ്റം വിധിക്കരുതേ. എന്നോട് വ്യവഹരിപ്പാൻ സംഗതി എന്ത്? അത് എന്നെ അറിയിക്കണമേ എന്ന് ഇയ്യോബ് വളരെ വേദനയോടെ ഇവിടെ പറയുന്നു. ഇയ്യോബ് തൻ്റെ ഉള്ളിലെ വേദന ദൈവത്തോട് തുറന്നു പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ ഏതവസ്ഥകളിലും ദൈവത്തോട് നമുക്ക് സത്യസന്ധമായി സംസാരിക്കാം. ദൈവത്തോട് നമ്മുടെ കണ്ണുനീർ മറച്ചു വയ്ക്കേണ്ടതായിട്ടില്ല. ചോദ്യങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ ആവലാതികളും എല്ലാം ദൈവസന്നിധിയിൽ നിരത്തി വെക്കണം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതികൾ നമുക്ക് മനസ്സിലാകാതിരുന്നാലും നാം അവനിൽ വിശ്വസിക്കണം. അതിനാൽ ദുഃഖത്തിൻ്റെ രാത്രികളിൽ പോലും ദൈവത്തോടുള്ള സംഭാഷണം തുടരുന്നവരാണ് പ്രത്യാശയിൽ ജീവിക്കുന്നവർ. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഇയ്യോബിനെ പോലെ പ്രത്യാശയോടെ ജീവിപ്പാൻ ഇന്ന് നമുക്ക് സാധിക്കുമോ? അതിനായി ദൈവം നമ്മെ ഏവരെയും ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, കരുണയുള്ളവരാകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ വാക്കുകളോ പ്രവൃത്തികളോ മൂലം മറ്റുള്ളവർക്ക് മുറിപ്പെടുവാൻ ഒരിക്കലും ഇടയാക്കരുതേ. ഞങ്ങളുടെ സാമീപ്യം മറ്റുള്ളവർക്ക് മുറിവുണക്കുന്നതും പ്രത്യാശ അനുഭവം നൽകുന്നതും ആക്കി തീർക്കണമേ. ആമേൻ.